ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വൈകുന്നേര വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഏട്ടന്. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നാളത്തേക്കുള്ള വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഷട്ടർ ഉണ്ടല്ലോ, ഷട്ടറിൻ്റെ പണിയാണ് നാളുള്ളത്. അപ്പോൾ അത് കൊണ്ടുവന്ന് അതിൽ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ എന്താണ് പ്രൈമറോ ഒക്കെ അടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് മക്കൾ രണ്ടും കൂടിയിട്ട് അവിടെ ഒപ്പം ഇരിക്കുന്നുണ്ട് കേട്ടോ. ശ്രീന് ഭയങ്കര പണിയിലാണ്, അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അച്ഛനെ ഇരട്ടി പണിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്കത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് മഴയൊക്കെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതാണ്. സ്കൂളൊക്കെ തുറക്കല്ലേ. പക്ഷെ ഒന്നും നടന്നില്ല. നല്ല മഴയുണ്ട്. 4 പേരും കൂടി പോവുകയും വേണം. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഇരുത്തിയതാണ് കേട്ടോ. ആൾ എന്നിട്ട് വേഗം പണിയൊക്കെ തീർത്തിട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള പുറപ്പാടാണ്. നമ്മളെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോട് നമുക്ക് പറയാനായിട്ടുള്ളത്, ഗേറ്റ്, ഗ്രില്ല്, ഷട്ടർ, അതുപോലെ റൂഫിംഗ് വർക്ക്, അതായത് ഷീറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്ത് വർക്കും ഇരുമ്പിൻ്റെ വർക്കുകളാണെങ്കിലും നല്ല ഫിനിഷിങ്ങോട് കൂടി വൃത്തിയായിട്ടും ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ, കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് അവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ മക്കൾ മഴ കണ്ടപ്പോൾ മഴയത്ത് കളിക്കുന്നുണ്ട്. കുറച്ച് മുറ്റയുള്ളൂന്നുണ്ടെങ്കിലും ഡെയിലി തൂക്കുന്നതാണ്. പക്ഷെ മഴ പെയ്തപ്പോൾ നല്ല മടി പിടിച്ചു കേട്ടോ. അപ്പോൾ ഇത് മഴയൊക്കെ പെയ്തിട്ട് മുറ്റമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട് കേട്ടോ. തീരെ വൃത്തിയൊന്നുമില്ല. ഇലയൊക്കെ വന്ന് വീണ് ആകെ ആ ഒരു ഉമ്മറ ഭാഗം ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു മുളക് തൈയുണ്ട്. അപ്പോൾ അതിന് മുളകൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നില്ലേ? അങ്ങനെ കഴിക്കാൻ തോന്നിയപ്പോൾ ഒരു തട്ടിക്കൂട്ട് പലഹാരം ഉണ്ടാക്കിയതാണ് കേട്ടോ. 2 കായ എടുത്തിട്ട് ആ കായനെ വട്ടത്തിൽ നുറുക്കിയിട്ട് ഇത്തിരി ഗോതമ്പ് മാവും ഇത്തിരി മൈദപ്പൊടി, ഇത്തിരി ഉപ്പ്, ഇത്തിരി മുളക് പൊടി, അതുപോലെ കുറച്ച് സോഡാപ്പൊടിയൊക്കെ പാടെ ചേർത്ത് മാവ് സെറ്റാക്കിയിട്ടോ. എൻ്റെ കയ്യിൽ കടലമാവ് ഉണ്ടായിരുന്നില്ല. കടലമാവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ ആ മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിൽ വറുത്ത് കോരി എടുത്തതാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള കായ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു കായ ബജ്ജിയാണ്. അപ്പോൾ ശ്രീനെ അടുത്തൊന്ന് കഴിച്ചു നോക്കി, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഏട്ടന് കാപ്പിയും അതുപോലെ മക്കൾക്ക് 2 എനിക്കും കൂടെ ചായ ഉണ്ടാക്കി കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മഴയത്ത് ഇങ്ങനെ, അപ്പോഴേക്കും കുറച്ചും കൂടെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ മഴയത്തൊക്കെ ഇരുന്ന് നന്നായിട്ട് കഴിച്ചു കേട്ടോ. സാധാരണ ഇങ്ങനെ 4 മണിക്ക് പലഹാരം ഉണ്ടാക്കുന്ന ഒരു ശീലം ഇവിടെ ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് എരിവുള്ളത് ഉണ്ടാക്കാനാണ് ഇഷ്ടം തന്നെ. ഏട്ടനാണെങ്കിൽ എപ്പോഴും മധുരമുള്ളത് ഉണ്ടാക്കണം. ഏട്ടുള്ളപ്പോഴാണ് കേട്ടോ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നമ്മൾ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വല്ല ബിസ്ക്കറ്റോ മിച്ചറോ ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചായ കുടിക്കും. അങ്ങനെ ചായയൊക്കെ കുടി കഴിഞ്ഞ് ചെറിയൊരു പരിപാടിയിലേക്ക് പോകാട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ കാക്കത്തോട് പാലം കേടുന്നതിന് ശേഷം ഇത് കൂടെയാണ് എല്ലാവരും വഴി ചോദിച്ചു വരുന്നത്. അപ്പോൾ നമുക്കത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാതിലിൽ മുട്ടുകയാണ്. അപ്പോൾ നമുക്കത് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്നാലും നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു ബോർഡ് അവിടെ എഴുതിയിട്ട് സെൻറ്ററിൽ തൂക്കാമെന്ന് വെച്ചു കേട്ടോ. ചെർപ്പളശ്ശേരി എന്നൊക്കെ എഴുതിയിട്ട് ഒരു ആരമാർക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ടല്ലോ, വാതിലിൻ്റെ സൈഡിൽ കൂടെ നിറച്ച് ഉറുമ്പാണ് കേട്ടോ. അപ്പോൾ ആ ഉറുമ്പിനേട്ടൻ തിന്നറാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ടൗണിൽ പോയിട്ട് മക്കൾക്ക് വേണ്ട പെൻസിലും ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടോ. ഇനി ബാഗും കൂടി മേടിക്കണം. ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ എടുത്തു വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞത് നമ്മൾ പോയി ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് അങ്ങനെ മക്കൾക്ക് കൊണ്ടുവന്ന നെയിം സ്ലിപ്പിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ എൻ്റെ കുടുംബശ്രീൻ്റെ പാസ്ബുക്കുകളുണ്ട് കേട്ടോ ഓരോരുത്തരുടെയും. അപ്പോൾ അതിലും കൂടെ കുറച്ച് ഒട്ടിച്ചു, പേരൊക്കെ എഴുതണം ഇനി. അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്ന് രാത്രിക്ക് കുരുമുളക് ചമ്മന്തി കഞ്ഞിയാണ് കേട്ടോ. ഏട്ടന് പനി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.